ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ധാരാളം മത്സ്യവിഭവങ്ങൾ ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. ഏത് ഐറ്റം ആണ് നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം ചേച്ചി, എന്താ പേര്? ചേച്ചിയുടെ അല്ല, മീൻ്റെ. ഇതിന്റെ പേര് സിലോപ്പി. ചേച്ചിയുടെ പേരായിട്ടോ ഞാൻ ചോദിച്ചത്. അപ്പോൾ സിലോപ്പി ജിഷ ചേച്ചി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഇത് ഒരുമിച്ചാണോ അതോ കട്ട് ചെയ്തിട്ടാണോ എങ്ങനെ ഇത് ഉണ്ടാക്കുക? ഇത് ഫ്രൈ ആണോ കറിക്കാണോ? ഇത് കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് സിലോപ്പി അല്ലേ? അപ്പം ഈ സിലോപ്പി എവിടുന്നാണ് വാങ്ങുന്നത്? ദൂരെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഓക്കെ. അപ്പം ധാരാളം ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല മത്സ്യവിഭവമാണ്. അപ്പോൾ ഇതെല്ലാം സിലോപ്പിയാണോ ഈ ഇരിക്കുന്ന? സിലോപ്പി, ഇത് കരിമീൻ. സിലോപ്പി, ഇത് കരിമീൻ. കരിമീൻ ഇത് ഇവിടുന്ന് അഷ്ടമുടിന്നാണോ? കൊല്ലം കരിമീനാണോ? ഇത് ഇവിടുത്തെ കായലിലെ കരിമീൻ. ഇത് കൊഞ്ച് അല്ലേ? എല്ലാം ഫ്രഷാണ്. പെടക്കണ മീൻ അല്ലേ? പെടക്കണ മീൻ. ഇതിപ്പം എത്ര മീൻ സിലോപ്പി ഒരു ദിവസം ചിലവാകും? ഇപ്പൊ എത്ര ഉണ്ട്? ഒരു ഇത്രയും വലിയത് നിങ്ങൾ കട്ട് ചെയ്തിട്ടല്ലേ കൊടുക്കുക? മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ടല്ലോ കൊടുക്കുക? ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്യോ? ഇത് ഇതേപോലെ ഫ്രൈ ചെയ്യോ? ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക, ഡീപ് ഫ്രൈ ചെയ്ത്. അത് ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ പീസായിട്ട് സിലോപ്പി ഫ്രൈ. അപ്പം ഇവിടെ കൊടുക്കുന്ന പ്രധാന ഐറ്റംസ് ഏതൊക്കെയാണ്? കരിമീനുണ്ട്. നല്ല കരിമീൻ കേട്ടോ, നല്ല ഫ്രഷ് കരിമീനാണ്. ഇത് ഈ കായലിൽ നിന്ന് തന്നെ പിടിച്ച കരിമീനാണ്. അപ്പം കരിമീനുണ്ട്, ഒപ്പം കൊഞ്ചുണ്ട്. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഏതാ? കരിമീനും കൊഞ്ചുമാണ്. ഈ കൊഞ്ച് എവിടെ നിന്ന് വരുന്നത്? അത് ഇവിടുത്തെയാണ്. അപ്പം ഇവിടുത്തെ കായലിലെയാണ്. അപ്പം സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ കായലിൽ നിന്നുള്ള കൊഞ്ച്, കരിമീന്, സിലോപ്പി. നല്ല സിലോപ്പിയാണ്, പെടച്ചോണ്ടിരുന്ന സിലോപ്പിയാണ്. അതാണ് ചേച്ചി ക്ലീൻ ചെയ്തിരുന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഒരു വർഷമായിട്ട്. ഇവിടെ മൊത്തം 5-6 സ്റ്റാഫ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ലേഡീസ് ആണ് എല്ലാവരും അല്ലേ? അവരാണ് ഈ പാചകപ്പുരയുടെ പിന്നിലുള്ളത്. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇവിടെ റെഡിയാണ്. രാവിലെ കപ്പയൊക്കെ റെഡിയായി കഴിഞ്ഞു. നമസ്കാരം ചേച്ചി, എന്താ പേര്? അമ്പിളി. ചേച്ചിയുടെ പേരെന്താ? ഷീബ. ചേച്ചിയുടെ പേരോ? രാജലക്ഷ്മി. നല്ല ഉള്ളിയൊക്കെ മൂത്ത് വരുന്നൊരു മണം ഉണ്ടല്ലോ, ആ മണം ഇങ്ങനെ അടിച്ചു തുടങ്ങി അല്ലേ? മണം വരുന്നത് ഈ മണം കടുവറുത്ത് തുടങ്ങി. അപ്പം കടുവറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ഭക്ഷണ വിഭവങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു. ഇതിന് വേണ്ടി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചേച്ചി? കക്കയ്ക്കും കൊഞ്ചിനും ഉണ്ട്. കക്ക ഇവിടെ ഉണ്ട് അല്ലേ? കക്ക എന്താ ഫ്രൈ ആണോ കക്ക റോസ്റ്റ് ആണോ? കക്ക റോസ്റ്റ്. എത്ര വർഷമായിട്ട്? ഒരു വർഷമായിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ ജീവിതമൊക്കെ സുഖമായി പോകുന്നു? ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ മണ്ഡലത്തിലെ രാഷ്ട്രീയ വാർത്തകളൊക്കെ അറിയാറുണ്ടല്ലോ. ആരായിരിക്കും ഇത്തവണ പോകുന്ന പാർലമെന്റിലേക്ക്? ബിജോയി പോവോ അടൂർ പ്രകാശ് പോവോ? മത്സരമുണ്ടോ? നല്ല കടുത്ത മത്സരമാണോ? ആരായിരിക്കും എന്നാലും പോവാൻ സാധ്യത? ബിജോയിക്കാണോ സാധ്യതയുള്ളത്? അടൂർ പ്രകാശിനാണോ സാധ്യതയുള്ളത്? എന്നാലും ഒരു സാധ്യത ചേച്ചി കാണുന്ന ആർക്കാ? ജോയിക്ക് സാധ്യതയുണ്ട് എന്നാണ് അല്ലേ? അപ്പൊ ചേച്ചി ഇവിടെ എത്ര വർഷമായിട്ട് കച്ചവടമുണ്ട്? ഒരു വർഷമായിട്ടുണ്ട് അല്ലേ? അപ്പം ധാരാളം ആളുകൾ വരുന്നു. ഇപ്പൊ ധാരാളം ആളുകൾ വന്നു തുടങ്ങി കോവിഡിന് ശേഷം അല്ലേ? അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ ഇവിടെ? രാവിലെ രാത്രിയിലൊന്നും ഉച്ചഭക്ഷണം മാത്രം. എത്ര മണിക്ക് തുടങ്ങും നമ്മൾ ഇവിടെ ലഞ്ച്? 12 മണിക്ക് തുടങ്ങും. എത്ര മണിക്ക് അവസാനിക്കും? 4 മണി വരെയൊക്കെ ഉണ്ടാവും. 3-4 മണി ഉണ്ട്. കപ്പയുണ്ടാവും അല്ലേ? അപ്പൊ കപ്പയുണ്ട്, കൊഞ്ചുണ്ട്, കക്കയുണ്ട്, നല്ല കണവയുണ്ടോ? കണവ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ സിലോപ്പി ഉണ്ട്, കരിമീനുണ്ട് അല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ പറയണം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ കൊഞ്ചിന്റെ തീയലുണ്ടാക്കും അല്ലേ? കൊഞ്ച് തീയലാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ആ കൊഞ്ച് തീയലും കപ്പയും കൂടി നല്ല ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ കപ്പ കൊഞ്ച് തീയൽ അതാണ് ഇവിടുത്തെ സ്റ്റാർ ഐറ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കായലോരത്താണ്. അപ്പോൾ ചേച്ചി പറഞ്ഞതനുസരിച്ച് ബിജോയി പോകുന്നതാണ്. അങ്ങനെ തന്നെയാണോ ചേച്ചിയുടെ അഭിപ്രായവും? അങ്ങനെ തന്നെയാണ്. അപ്പം ഈ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സ്വഭാവം, പ്രത്യേകിച്ച് ആറ്റിങ്ങലിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ചിറയൻകീഴ്, ഇത് ചിറയൻകീഴ് മണ്ഡലമാണ്, ആറ്റിങ്ങൽ മണ്ഡലമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇനി ഞാൻ ഒരാളെ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ. ഇവിടെ ധാരാളം ബോട്ട് സർവീസ് ഉണ്ട് എന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. അതിലൊരു ബോട്ട് ഈ വിനോദസഞ്ചാരികൾക്കായിട്ട് നടത്തുന്ന ചേട്ടനാണ്. ഡെന്നിസ് എന്നാണ് പേര്. ക്യാപ്റ്റൻ ഡെന്നിസ്. നേരത്തെ എവിടെ ക്യാപ്റ്റനുള്ള പേര് ആരായിട്ടത്? ഞാൻ നേവിയിൽ സ്വന്തമായിട്ടിട്ടതാണോ? അല്ല, നേവിയിൽ ജോലി ചെയ്തതുകൊണ്ടും നേവിയുടെ ബോട്ടുകൾ റിപ്പയർ ചെയ്ത് അത് ട്രെയിൽ എടുക്കുന്നത് കൊണ്ടും ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വിളി വന്നു. ഓമന പേരാണ് ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റൻ ഡെന്നിസ്. അപ്പൊ ക്യാപ്റ്റൻ ഡെന്നിസ് മാസ്റ്റർ ലൈസൻസ് ഉള്ള ആളാണ്. മാസ്റ്റർ ലൈസൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ബോട്ട് ഉണ്ട് സ്വന്തമായിട്ട്. എത്ര പേർക്കുള്ള സഞ്ചരിക്കാം? 10-12 പേർക്ക് സഞ്ചരിക്കാം. 12 പേർക്ക് സഞ്ചരിക്കാം. അപ്പൊ ഇവിടെ വരുന്നുണ്ടോ യാത്രക്കാര്? അതെ, ഇവിടെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. എവിടെ വരെ കൊണ്ടുപോകും ഡെന്നിസ്? ഇവിടെ നിന്ന് ലുലു മാൾ വരെ കൊണ്ടുപോകും. കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ എത്ര രൂപ വാങ്ങിക്കും? ഒരാളിന്റെ അടുത്ത് 1000 രൂപ വാങ്ങും. ഒരാൾ. അപ്പൊ 5 പേരുണ്ടെങ്കിൽ 5000 രൂപ ആണോ? ഏതാണ്ട് നമുക്കൊരു 3000 കൂടുതൽ പെട്രോൾ ആകും. 3000 രൂപ കൂടുതൽ പെട്രോൾ ആകും. പിന്നെ അവർക്കൊരു ബിരിയാണി വാങ്ങി കൊടുക്കും. ലുലു മാളിൽ കൊണ്ടുപോകും. ലുലു മാളിൽ കൊണ്ട് ഒരു ബിരിയാണി വാങ്ങിച്ചു. ഒരു കോപ്പറേറ്റീവ് ബിരിയാണി. കോപ്പറേറ്റീവ് കമ്പനി ആയതുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് ബിരിയാണി. ഒരു കോർപ്പറേറ്റ് ബിരിയാണി. അതെ, കോർപ്പറേറ്റ് ബിരിയാണി കൊടുത്ത് തിരിച്ചുകൊണ്ട് മൊത്തം കൂടി എത്ര രൂപയുടെ പാക്കേജാ? അത് ഒരാളിന് 1000 രൂപ. അല്ല, 3 പേരുണ്ടെങ്കിലേ മിനിമം പോകത്തുള്ളൂ. അത് 5 പേര് വേണം. 5 പേരുണ്ടെങ്കിലേ പോകത്തുള്ളൂ. അപ്പൊ 5000 രൂപയ്ക്ക് ലുലു മാളിൽ പോയിട്ട് തിരിച്ചു വരും അല്ലേ? ഓക്കെ. എത്ര സമയം അവിടെ ഹോൾഡ് ചെയ്യും?
അവിടെ 1 മണിക്കൂർ റണ്ണിങ് ടൈം, ഇവിടെ നിന്ന് പോകുന്നതിന് 3 മണിക്കൂർ, ഇവിടുന്ന് അങ്ങോട്ട് 3 മണിക്കൂർ 3 മണിക്കൂർ തിരിച്ച് 3. ലുലു മാളിൽ പോകുന്നത് അതെ. അത്ര സമയം എടുക്കുമോ? ഓ, നമ്മൾ അതായത് ഈ പിന്നെ കഠിനകുളം കഴിഞ്ഞ് കയറുന്ന വളരെ സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ. പുത്തനാർ പാർവതി കായലിൽ കൂടി കയറുമ്പോഴത്തേക്കും ആഫ്രിക്കൻ പായലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്ലോയിലേ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ പൊന്നുന്തുരുത്ത് എന്ന് പറയുന്ന കായലിന്റെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, യാത്രക്കാരും ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ. ഈ മണ്ഡലത്തിൽ നിന്ന് ആരായിരിക്കും ബോട്ടിൽ കയറി പാർലമെന്റിലോട്ട് പോവുക? ഈ മണ്ഡലത്തിൽ നിന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് അടൂർ പ്രകാശനാണ്. അടൂർ പ്രകാശ് സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ ഇത്തവണ കടുത്ത മത്സരവുമാണ്. അതൊരു വിഷയമല്ലെങ്കിലും കൗണ്ടിങ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കാൻ സാധ്യത അടൂർ പ്രകാശ് എന്നാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ ഡെന്നിസ് ചേട്ടന്റെ അഭിപ്രായം. നമ്മളിപ്പോഴുള്ളത്